പച്ചോലയും കൊണ്ട് പാമ്പ് നല്ല വണ്ണമുള്ള ഇറുക്കലായിരിക്കണം മുറ്റടിക്കാൻ എടുക്കേണ്ടത്. അതിൻ്റെ ഓലയൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായി ചീകി മിനുസപ്പെടുത്തിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം എല്ലാവരും കടകളിൽ നിന്നാണ് മേടിക്കണത്. ഇത് 2 ഓല കിട്ടിയപ്പോൾ അങ്ങനെ കീറണേണ്. ഏ 3 ഓലമടൽ പച്ച ഓലമടൽ അറഞ്ഞെടുത്തിട്ടാണ് കീറണത്. അപ്പോഴാണ് നമുക്ക് കയ്യിൽ പിടിച്ചടിക്കാനുള്ള ഇറുക്കലുണ്ടാവുള്ളൂ. എന്നാലേ നമുക്ക് മുറ്റം ഭംഗിയായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഉണക്കോലയും കൊണ്ട് ഉണ്ടാക്കിയാൽ ശരിയാവൂല. അതെ ഈർക്കൽ ഒടിഞ്ഞു പോകൂലേ. പച്ചോലയാണ് എപ്പോഴും നല്ലത്. നല്ല വണ്ണമുള്ള ഈർക്കലാണ്. അതും കൊണ്ട് മുറ്റടിക്കണം. കടയിൽ നിന്ന് മേടിക്കണ ഓലയമ്മ ഈർക്കലുമ്മയൊക്കെ നിറച്ച് ഓലയിരിക്കുള്ളൂ. നമ്മൾ തനിയെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. മറ്റൊരു വേഗം ഒടിഞ്ഞു പോകും. ഓലപ്പാമ്പിനെ ഉണ്ടാക്കാനറിയാം, വാച്ചുണ്ടാക്കാനറിയാം, പന്തുണ്ടാക്കാനറിയാം, തൊപ്പി ഉണ്ടാക്കാനറിയാം, കണ്ണട ഉണ്ടാക്കാനറിയാം. പിന്നെ പല പല സാധനങ്ങൾ അച്ഛനൊക്കെ ചെറുതായിരുന്നിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നു കളിക്കാനായിട്ട്. അവൻ്റെ അച്ഛനല്ലേ, അവൻ്റെ അച്ഛന് ചെറുതായിരുന്നപ്പോൾ ഇതേപോലെ കീറി ഒക്കെ കളിക്കാൻ കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അല്ലേ കളി സാധനങ്ങളൊക്കെ വാങ്ങിക്കണത്. കടയിൽ പോയി അന്നൊക്കെ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കൂലേ. എന്നിട്ട് ഈർക്കൽ കീറി കീറിനതിന് വല്ല പ്രത്യേകതയൊക്കെ ഉണ്ടല്ലേ? ഇത് ഈർക്കലും കൊണ്ട് തന്നെ ഈ പിച്ചാത്തിയും കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞെടുക്കുന്നത്. ഓലകളൊക്കെ കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഈർക്കൽ കിട്ടും. നല്ല വണ്ണമുള്ള ഈർക്കലാണ് നമ്മൾ മുറ്റടിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാലേ മുറ്റത്തെ ചവറ് ശരിക്ക് പോവുള്ളൂ. പച്ചോലയും കൊണ്ട് പാമ്പ് മാത്രമല്ല മോനെ, പന്തുണ്ടാക്കും, വാച്ചുണ്ടാക്കും, ബോളുണ്ടാക്കും, കണ്ണടയുണ്ടാക്കും. ഇതൊക്കെ പച്ചോലയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഈർക്കലും കൊണ്ടാണ് ചൂലുണ്ടാക്കുന്നത് കേട്ടോ. പച്ച ഓലയും കൊണ്ട് ഈർക്കൽ കളഞ്ഞിട്ട് അതിൻ്റെ ഓലയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഓലയാണ് ഓല മുടയും.
എളുപ്പത്തിൽ ഇതേപോലെ ഓരോ ഓല എടുത്തും ഇങ്ങനെ അടക്കി വെച്ച് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് കീറിക്കഴിഞ്ഞാൽ വേഗം എളുപ്പത്തിൽ കഴിയും. എളുപ്പത്തിൽ കഴിയുന്ന പണികളാണ് ഇതൊക്കെ. എന്നിട്ട് രണ്ടാമത് ഓരോ ഈർക്കിലെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. എല്ലാ ഓലയും അങ്ങോട്ട് പോയി കിട്ടും, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. മൂന്നൂട്ടം വന്നിരുന്നാറാണ് വേഗം കഴിഞ്ഞത് കേട്ടാ. ഇത് ഓരോ ഇറുക്കലെടുത്ത് ഭംഗിയായിട്ട് എല്ലാം കീറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ഇറുക്കലിൻ്റെയും എത്തിരേശയൊക്കെ പോകാനുണ്ടാവും. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് കെട്ടി വെച്ചിട്ട് ഒരു തുമ്പ് വെട്ടിയെടുക്കണം. വിറ്റടിക്കാൻ പാകത്തിൽ നമ്മൾ തുമ്പ് വെട്ടിയെടുക്കണം. അപ്പോൾ മോനെ നാം ഇതിങ്ങെടുത്ത് ഉണ്ടോ പലക വെച്ചിട്ട് വെട്ടല്ല. ഓരോ ഈർക്കലൊക്കെ നല്ല നനയായിട്ടുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ചെറുതും വലുതൊക്കെ ഉണ്ട്. അത് തിരിഞ്ഞ് വെച്ച് കടന്തലയൊക്കെ നോക്കി വെച്ചിട്ട് വേണം വെട്ടാനായിട്ട്. അതിൻ്റെ ചിലപ്പോൾ തുമ്പിൽ നിന്നൊക്കെ ഈർക്കൽ ഓല പോയിട്ടുണ്ടാവില്ല. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തുമ്പ് പിടിച്ച് നമ്മുടെ പാകത്തിനുള്ള പൊക്കത്തിൽ വെച്ച് തുമ്പ് പിടിച്ച് കെട്ടിയിട്ട് അത് വെട്ടാം. പാകത്തിൽ ഈ പലകത്തണ്ടിൽ വെച്ചിട്ട് വെട്ടാം. അപ്പോൾ നമുക്കതിൻ്റെ തുമ്പ് പിടിച്ച് ഒന്ന് കെട്ടാം. അപ്പോൾ ഇനി ഇത് ഇവിടെ വെച്ച് വെട്ടേണം. ഒറ്റ വെട്ടിന് പോന്നാലാണ് ഭംഗിയായിട്ട് കിട്ടുള്ളത്. പിച്ചാത്തിക്കും കുറച്ചൊക്കെ ഉണ്ട്. കറക്റ്റ് നമുക്കൊരു ചൂലി റെഡിയായി. കിടക്കപ്പിടിച്ചൊരു കെട്ട് വെക്കാം. ഉണ്ടോ, നമുക്കിനി ഇത് കെട്ടി ഉപയോഗിക്കാം. നമുക്ക് നല്ലൊരു ചരടിട്ട് മുറുക്കി കെട്ടാം. കെട്ടിയിട്ട് വേണം ഇതടിക്കാനായിട്ട്. ഇന്ന് മോനോട്ടിന് നാളെ മെറ്റടിക്കാൻ ചൂലായിട്ടോ. ഇതിന് ചുരുങ്ങുകയും ചെയ്യും. ഉണങ്ങി കഴിയും തോറും കെട്ട് ലൂസാവും. അപ്പോൾ നമുക്ക് മുറുക്കി കൊടുത്താൽ മതി. ഇന്നത്തെ ഇറുക്കൽ ചൂല് റെഡി. നമ്മുടെ ഇന്നത്തെ ഇറുക്കൽ ചൂല് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നതും